രവീന്ദ്രൻ, കൊയിലാണ്ടി, കൊരയങ്ങാട് തെരു. ഒരു ഉപകരണം പഠിച്ചിട്ടില്ല. ചെണ്ടയും പഠിച്ചില്ല, വേറെ ഒരു ഉപകരണം പഠിച്ചിട്ടില്ല. എത്ര വർഷമായി കൊയിലാണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കൂടെ മേള കലോത്സവങ്ങളിൽ വരുന്നത്? 30 വർഷമായി. ഹൈസ്കൂളായിട്ടും ഹയർ സെക്കൻഡറി ആയിട്ടും ഒക്കെ 30 വർഷത്തിലായി. എല്ലാ കലോത്സവ വേദികളിലും എല്ലാ കൊല്ലം ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മേളത്തോട് ഇഷ്ടം തോന്നാൻ കാരണം? മേളം എന്നൊരു ക്ഷേത്രകലയാണ്. അത് പിന്നെ അതിനോടൊരു കൂടുതൽ താല്പര്യം പിന്നെ കുട്ടികളെ പങ്കെടുപ്പിക്കുക. സ്കൂളിൽ നിങ്ങളെ ബന്ധപ്പെടാറുണ്ട്? എങ്ങനെയാണ്? സ്കൂളൊക്കെ കുറവാണ് ബന്ധപ്പെടുന്നത്. കുട്ടികളാണോ നേരിട്ട് ബന്ധപ്പെടുന്നത്? അല്ല, ഞാൻ തന്നെ പോയി സെലക്ഷൻ ആക്കല, കുട്ടികളെ കണ്ടുപിടിക്കല. സ്കൂളിൽ അങ്ങനെ താല്പര്യം ഉണ്ടല്ലോ, ഞാൻ തന്നെ ഓരോ കുട്ടികളെ കണ്ട് വീട്ടിൽ അച്ഛന്മാരോട് പറയും. അതിനനുസരിച്ച് കുട്ടികളെ താല്പര്യപ്പെടുത്തും. പൂർവീയ വിദ്യാർത്ഥികൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലം കഴിഞ്ഞാൽ പിറ്റത്തെ കുട്ടികളെ അവർ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വന്ന് പഠിപ്പിക്കും. ഇത് നമ്മളിതിലുള്ളതുകൊണ്ട് ഓർക്ക് വേണ്ടാന്നുള്ളൊരു താല്പര്യമായിരിക്കും. ഇതിനേക്കാളും ഒരു കഴിവ് അവർക്ക് ഉണ്ടാവില്ലല്ലോ. എന്തെല്ലാം നിയന്ത്രണങ്ങളൊക്കെ കുട്ടികളൊക്കെ നല്ല ഇതിലൊക്കെ പോയി പഠിച്ച കുട്ടികൾക്ക് പിന്നെ ജോലിയായിട്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒന്നാമത് ഇതിൽ കൂടുതൽ ഇങ്ങനെ ആകുമ്പോൾ കുട്ടികളൊക്കെ നല്ല വഴിക്ക് പോകുമല്ലോ. അതൊരു പ്രധാന ഘടകം. ഇങ്ങനെ വാദ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് മുന്നോട്ട് പോകാനുള്ള പിന്നെ നല്ല കുട്ടികളായിട്ടും നല്ല വളർന്ന് പിന്നെ പ്രോഗ്രാമുകൾക്കോ ക്ഷേത്രകലകൾക്കൊക്കെ പോയി കൊട്ടുക, അങ്ങനെ അതിലൊക്കെ പോകുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. ഇവർ തന്നെ ഈ പ്രാവശ്യം കുറേ ക്ഷേത്രങ്ങൾ കൊട്ടാൻ പോയിട്ടുണ്ട്, ഈ ടീം തന്നെ. രവിയേട്ടനാണ് ഇവിടെ എല്ലാ കലോത്സവത്തിനും പങ്കെടുക്കാനുള്ള എല്ലാം സജ്ജീകരിച്ച് തന്ന് ഇവിടം വരെ എത്തിക്കുന്നത്. ഇതൊരു വലിയ പങ്ക് രവിയേട്ടൻ വഹിക്കുന്നുണ്ട്. ഇവിടം വരെ എത്താനുള്ള ചെണ്ടയോ എന്തായാലും രവിയേട്ടനെ ഇതിൽ തന്നെയാണ് എടുക്കുന്നത്. ഒരു അധ്യാപകരെക്കാൾ ഉയർന്ന് മേളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരാളാണ്. അതെ അതെ. അപ്പോൾ നിങ്ങൾ എത്ര കാലമായി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്? ഈ മേള രംഗത്ത് എത്ര കാലമായിട്ട്? ഒരു 5-8 വർഷമായി. സ്കൂളിൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെ തീർച്ചയായിട്ടും സമ്മാനം കിട്ടാറുള്ളത്? സ്കൂളിൽ നിന്ന് 23 വർഷമായിട്ട് എ ഗ്രേഡ് തന്നെ വാങ്ങുന്നുണ്ട്.